വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് 2 വലിയ പൊട്ടറ്റോ ആണ്. അത് ഞാൻ പൊട്ടറ്റോ മാത്രം ഇങ്ങനെ നല്ല മുഴുത്ത പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ബീൻസ് ഉണ്ട്, ഇത് ഗ്രീൻ പീസാണ്, ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊരു 2 സ്പൂണ് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഈ ഗരം മസാലയൊക്കെ മുഴുവനോടെ ഇടാം. 2-3 വഴനയില, തച്ചോലം, കറുവാപ്പട്ട, ഏലക്ക, ഇതൊക്കെ നമുക്കൊന്ന് ആദ്യം മൂപ്പിക്കാനുള്ളതാണ്. പിന്നെ 1 സ്പൂണ് നമുക്ക് ഗരം മസാല ഇടാം. മല്ലിയില നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ വലിയ തക്കാളി അത് അടിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് ഗ്രേവിക്ക് നല്ല ഒരു തിക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ 2 സവാളയാണ്, അതും ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മസാലയായിട്ട് ഞാൻ 1 വലിയ സ്പൂണ് മല്ലിപ്പൊടിയും 1 വലിയ സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് ചേർക്കാനുള്ളതാണ്. ഞാൻ ആദ്യം ഈ ചോറൊന്ന് ബസുമതി അരി ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ വെള്ളം ഊറ്റി ഒത്തിരി കുഴഞ്ഞു പോവാതെ നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ചെടുക്കണം. ഇതൊന്ന് ഊറ്റി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ വെജിറ്റബിളൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ എല്ലാം ഒന്ന് കുക്കറിൽ 1 വിസിലടിച്ച് നമുക്ക് എടുക്കാം. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ ഈ വെജിറ്റബിളൊക്കെ കഴുകി എടുക്കുന്ന ആ വെള്ളം മതി. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് 1 വിസിലടിച്ച് നമ്മൾ എടുത്താൽ മതി. ക്യാപ്സിക്കം ഞാൻ വിസിലടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നില്ല, അത് നമ്മൾ ഉള്ളി വഴറ്റി കഴിഞ്ഞ് വെറുതെ കടയിലിടുന്നേ ഉള്ളൂ. നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കുക്കറിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇടാം, ഗ്രീൻ പീസ് ഇടാം, കോളിഫ്ലവർ ഉണ്ട്, ഇതെല്ലാം ഞാൻ കഴുകി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വെള്ളം മതി. ഇത് ബീൻസ്, ഈ പൊട്ടറ്റോ, ഇതെല്ലാം കൂടി നമുക്കൊരു കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇതിൻ്റെ വെള്ളം കൊണ്ട് തന്നെ 1 വിസിലടിച്ചാൽ മതി. നമുക്കൊരു വിസിലടുപ്പിച്ചെടുക്കാം. 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളൊരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് മസാല റെഡിയാക്കാം. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ആദ്യം അതിനകത്തോട്ട് ഇടാം. ഈ വഴനയിലൊക്കെ നെയ്യിലൊന്ന് മൂത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കറിക്കും നമ്മുടെ അരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇത് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് അതൊന്നിടാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മതി, ഒരുപാട് നമ്മളങ്ങ് മൂപ്പിക്കണ്ട. നമുക്ക് ഈ സവോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരെ നമുക്ക് ഇളക്കാം. സവോളയൊക്കെ ഒരുവിധം വഴന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഇത് 1 വലിയ സ്പൂണ് മല്ലിപ്പൊടി, 1 വലിയ സ്പൂണ് മുളക് പൊടിയും മഞ്ഞളുമാണ് ചെറിയ സ്പൂൺ, അത് നമുക്ക് ചേർക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ തക്കാളി ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാൻ. ഈ സമയത്ത് ഇപ്പോൾ ഈ തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വേവുന്നവരെ ഇളക്കാം. ടൊമാറ്റോ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് ഇതുകൊണ്ട് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പച്ചമണമൊക്കെ മസാലയുടെ മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഞാൻ ഈ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. 1 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വെജിറ്റബിൾ ഇത് വെന്തിരിക്കുകയാണ് കറക്റ്റായിട്ട്. നമ്മൾ ഈ പച്ചക്കറിയുടെ വെള്ളമൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ വേറെ വെള്ളം ഒഴിക്കാൻ നീണ്ടു പോകാതെ ഇരിക്കും. നമ്മൾ ഈ വെജിറ്റബിളൊക്കെ നല്ലപോലെ വെന്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് കുഴഞ്ഞു പോവാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഇളക്കണം. എന്നാലും നമുക്ക് ചോറിനകത്തോട്ടുകൂടെ ഇട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതാണ്. ഒന്നൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ വെജിറ്റബിൾ വേവിപ്പിച്ചപ്പോൾ ഉപ്പ് ഇട്ടാണ് വേവിച്ചേ, അതിൽ ഒന്നുകൂടെ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം റൈസിൻ്റെ കൂടെ ചേർക്കാൻ. ഇപ്പോൾ വെജിറ്റബിളൊക്കെ നല്ലതുപോലെ ഇളകി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫാക്കി ആ ബസുമതി അരി വേവിച്ച് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ബിരിയാണി പോട്ട് എടുത്തിട്ട് കുറച്ച് റൈസ് ഒന്ന് ആദ്യം ഇടാം. മൊത്തത്തോടെ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴത്തേനും പാടായിരിക്കും. നമുക്ക് കുറച്ച് റൈസ് ആദ്യം ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിളും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. കുറേശ്ശെ മിക്സാക്കി നമ്മൾ അങ്ങോട്ട് എടുക്കാം. ഒന്നിച്ച് മിക്സ്
മിക്സാക്കാൻ പോകണ്ട. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് പിന്നെ നമ്മളിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഒന്ന് ചൂട് കയറ്റി എടുക്കാം. ഇനി മുകളിലോട്ട് കുറച്ച് റൈസ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിളും കൂടെ ഇടാം. ഇനി നമുക്കിത് മുഴുവനും ഇട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. റൈസും വെജിറ്റബിളും എല്ലാം ലെയറായിട്ട് ഇങ്ങനെ ഇട്ടൊന്ന് ഒത്തിരി ഇളക്കാതെ ഒന്ന് തവിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനും സെറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ചൊരു മല്ലിയിലയും കൂടി ഞാൻ മുകളിലിടാൻ പോവുകയാണ്. നമുക്കിത് ഗ്യാസിൽ ഒരു സ്ലോയിൽ ഒരു 2-3 മിനിറ്റ് വെക്കാം. അപ്പോൾ ആ മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ആ ബസുമതി അരിയിലോട്ട് പിടിക്കും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.